നമസ്തേ, ധ്വനിയുത്തമൻ. ഗുണമേന്മയുള്ള ഇന്ത്യൻ ബ്രാൻഡ് പ്രൊഡക്ട്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താൻ സാധിക്കില്ലേ? എന്നെ കേൾക്കുന്ന നിങ്ങൾ വിചാരിച്ചാൽ 100 ദിവസം കൊണ്ട് നമ്മുടെ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ സാധിക്കും. 2 രൂപ എന്നത് $1 എന്ന നിലയിലേക്ക് എത്തിക്കാൻ സാധിക്കണം. അതെങ്ങനെ സാധിക്കും എന്ന് ഞാൻ പറയട്ടെ. 1970 1 രൂപ എന്ന് പറയുന്നത് $4 ആയിരുന്നുവെങ്കിൽ ഇന്ന് 1 രൂപ എന്ന് പറയുന്നത് $88 ആണ് എന്ന് ഓർക്കണം. ഡോളറിന്റെ മൂല്യം കൂടുകയല്ല ഇവിടെ ചെയ്യുന്നത്, രൂപയുടെ മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. അതിന് കാരണക്കാരി നമ്മൾ തന്നെയാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. 70 രൂപ 80 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന പാനീയങ്ങൾ, ഫ്രൂട്ട്സ് പാനീയങ്ങൾ നമ്മൾ 10 രൂപ 15 രൂപ കൊടുത്ത് വാങ്ങാതിരിക്കുക. ലെമൺ ജ്യൂസ്, ലസ്സി, ഫ്രൂട്ട് ജ്യൂസ്, അങ്ങനെ ലെക്സ്, ലൈഫ് ബോയ്, പിയേഴ്സ്, ഡോവ്, ആ സോപ്പുകളൊക്കെ മാറ്റിയിട്ട് സിന്തോൾ, സന്തൂർ, മെഡിമിക്സ്, ചന്ദ്രിക അങ്ങനെയുള്ള സോപ്പുകളൊക്കെ വാങ്ങി ഉപയോഗിക്കും. കോൾഗേറ്റ്, ക്ലോസപ്പ്, പെപ്സോഡന്റ് അങ്ങനെയുള്ള പേസ്റ്റുകളൊക്കെ മാറ്റിയിട്ട് നീം, ബബൂൽ, വിക്കോ, ഡാബർ അങ്ങനെയുള്ള പേസ്റ്റുകൾ, ഇന്ത്യൻ പ്രൊഡക്ട്സുകൾ വാങ്ങി ഉപയോഗിക്കും. 7 o'clock, 365, ഗിലറ്റ് അങ്ങനെയുള്ള ബ്ലേഡുകളൊക്കെ മാറ്റിയിട്ട് സൂപ്പർ മാക്സ്, അശോക, ലാസർ അങ്ങനെയുള്ള ബ്ലേഡുകളൊക്കെ വാങ്ങി ഉപയോഗിക്കാം. പോൺസ്, ജോൺസൺ, ഓൾഡ് സ്പൈസസ് പൗഡറുകളൊക്കെ മാറ്റിയിട്ട് സന്തൂർ, ഗോകുല്, സിന്തോള് അങ്ങനെയുള്ള പൗഡറുകളൊക്കെ വാങ്ങി ഉപയോഗിക്കാം. സൺസിൽക്ക്, ഹെഡ് ആൻഡ് ഷോൾഡർ, പാൻറ്റീൻ ഷാംപൂസ് ഒക്കെ മാറ്റിയിട്ട് ദീദി, നിർമ്മ, വെൽവെറ്റ് എന്നീ ഷാമ്പൂ ഒക്കെ വാങ്ങി ഉപയോഗിക്കും. വോഡാഫോണിന് പകരം BSNL, എയർടെൽ ഉപയോഗിക്കാം. സബ്വേ, പിസ്സ ഹട്ട്, KFC, ഡൊമിനോസ് ഇതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ നാട്ടിലെ റെസ്റ്റോറന്റുകളിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കും. സാംസങ്, ആപ്പിൾ, HTC എന്നീ മൊബൈലുകളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ നാട്ടിലെ മൈക്രോമാക്സ്, ലാവ, ക്രോമ എന്നിവയൊക്കെ ഉപയോഗിക്കാം. ഹോണ്ട, യമഹ എന്നീ ബൈക്കുകൾക്ക് പകരം ബജാജ്, ഹീറോ എന്നിവ ഉപയോഗിക്കാം. ഇങ്ങനെ പറയാനാണെങ്കിൽ കുറേയുണ്ട്. ഞാനൊരു എക്സാമ്പിളിന് പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ പേരിന് മാത്രം ഹിന്ദുസ്ഥാൻ എന്നുള്ള ഉൽപ്പന്നങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ തന്നെ ഉപയോഗിക്കാം. വിദേശ സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ ചെലവാകുന്ന ഡോളറുകൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയ്ക്കുന്നു. എന്തുകൊണ്ടാണ് ചൈന മുന്നേറുന്നത്? സർവ്വതും അവർ നിർമ്മിക്കുന്നു, അവർ തന്നെ അത് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്കാർ തന്നെ ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കും. അതിന് സമയമായിരിക്കുന്നു. തിങ്ക് അബൌട്ട് ഇറ്റ്. ഇവിടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ച് മാത്രമല്ല, ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നതിന്റെ പൊരുൾ ഇതൊക്കെ തന്നെയായിരുന്നു. ഇങ്ങനെയാണ് ഒരു രാജ്യം വലിയ കരുത്താർജിക്കുന്നത്? വ്യാപാരത്തിലൂടെ. ഒരു കാര്യം മനസ്സിലാക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര ശക്തി തന്നെയാണ് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രമാകുന്നത്. ആ രാഷ്ട്രത്തിന്റെ കറൻസിയാണ് ലോകത്തിന്റെ റിസർവ് കറൻസി ആവുന്നത്. ഒരു രാജ്യം വലിയ വ്യാപാര ശക്തിയാകുമ്പോൾ ലോകം ഉൽപ്പാദിപ്പിക്കുന്ന മിക്കവാറും ഉൽപ്പന്നങ്ങൾ ആ രാജ്യത്തേക്കോ അല്ലെങ്കിൽ ആ രാജ്യത്തെ വ്യാപാരികളിലൂടെ ലോക വിപണിയിലേക്ക് ഒഴുകുന്നു. അതുവഴി ആ കറൻസി മറ്റു രാജ്യങ്ങളിലേക്കും ഒഴുകുന്നു. അങ്ങനെ നമ്മുടെ കറൻസി ആഗോള സ്വകാര്യത കൈവരിക്കുന്നു. രാജ്യത്തിന്റെ വളർച്ചയിൽ നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെയോ മോദിജിയുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല.